ബീഹാറിലെ എക്സിറ്റ് പോൾ ഫലങ്ങൾ ഇന്നലെ യഥാർത്ഥത്തിൽ NDA ക്യാമ്പിന് കൊടുത്ത സന്തോഷവും ആത്മവിശ്വാസവും ചെറുതല്ല. 122 ബീഹാറിലെ നിയമസഭയിൽ അധികാരത്തിലെത്താൻ വേണ്ടതെങ്കിൽ 125 മുകളിലേക്കായിരുന്നു, 130 മുകളിലേക്കായിരുന്നു എല്ലാ എക്സിറ്റ് പോളുകളും. 9 എക്സിറ്റ് പോൾ ഫലങ്ങളും NDAക്ക് അനുകൂലമായിരുന്നു. ബീഹാറിൽ നിതീഷ് കുമാർ എക്സ്പ്രസ് കുതിച്ചുപായും എന്നുള്ളതാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ പറയുന്നത്. എന്നാൽ ഈ എക്സിറ്റ് പോൾ ഫലങ്ങൾ ഇപ്പോൾ തള്ളുകയാണ് രാഹുലും തേജസ്വിയും അടക്കമുള്ള മഹാസഖ്യം. യഥാർത്ഥ ജനവിധിയല്ല എക്സിറ്റ് പോൾ പ്രതിഫലിപ്പിക്കുന്നതെന്നാണ് മഹാസഖ്യ നേതാക്കളുടെ പ്രതികരണം. 160 സീറ്റുകളിൽ വിജയം ഉറപ്പാണെന്ന് BJP ഉപമുഖ്യമന്ത്രി വിജയ് കുമാർ സിൻഹ പറഞ്ഞു. ബീഹാറിൽ വെള്ളിയാഴ്ചയാണ് വോട്ടെണ്ണൽ. ആദിൽ പാലോടും PR സുനിലുമുണ്ട് തത്സമയം. ആദിൽ, വെരി ഗുഡ് മോർണിംഗ്. PR സുനിൽ, വൺസ് അഗൈൻ ഗുഡ് മോർണിംഗ്. അതിൽ ഈ തേജസ്വിയുടെ കണക്കുകൂട്ടലുകളൊക്കെ എവിടെയാണ് പിഴച്ചത്? എക്സിറ്റ് പോൾ ഫലങ്ങളെ വിശ്വസിക്കാമെങ്കിൽ, പക്ഷെ അങ്ങനെ വിശ്വസിക്കരുതെന്നാണ് എക്സിറ്റ് പോളിന്റെ ചരിത്രം നമ്മളോട് പറയുന്നത്. പ്രത്യേകിച്ച് ബീഹാറിൽ തേജസ്വിയുടെ കണക്കുകൂട്ടലൊക്കെ തെറ്റാൻ സാധ്യതയുണ്ടോ? ഒരു കണക്കുകൂട്ടലും തെറ്റില്ല എന്നാണ് RJD വൃത്തങ്ങൾ പറയുന്നത്. തേജസ്വി യാദവ് വലിയ ആത്മവിശ്വാസത്തിലാണ്. പ്രത്യേകിച്ച് മഹാസഖ്യത്തിലെ നേതാക്കളാകെ ഈ വ്യാജമായ എക്സിറ്റ് പോളുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അത് യഥാർത്ഥ ജനവിധിയല്ല എന്ന അഭിപ്രായം പ്രകടിപ്പിക്കുന്നു. അഖിലേഷ് യാദവിന്റെ പ്രതികരണം ഇന്നലെ രാത്രിയോടെ വന്നിരുന്നു. ഫേക്ക് എക്സിറ്റ് പോൾസ് എന്നാണ് അദ്ദേഹം വിശേഷിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ വന്നിരിക്കുന്ന എക്സിറ്റ് പോൾ കണക്കുകൂട്ടൽ തെറ്റിച്ചോ എന്ന ചോദ്യം ചോദിച്ചാൽ അത് വ്യാജമാണ് എന്ന മറുപടിയാണ് മഹാസഖ്യ നേതാക്കൾ നൽകുന്നത്. സ്വാഭാവികമായും നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ എക്സിറ്റ് പോളിന് പിന്നാലെ മഹാസഖ്യ നേതാക്കളുമായൊക്കെ സംസാരിക്കാൻ കഴിഞ്ഞിരുന്നു. അവരൊക്കെ പറയുന്നത് പരമാവധി ഒരു കേവല ഭൂരിപക്ഷത്തിലേക്ക് എത്തുക എന്നുള്ളതാണ് ഇപ്പോൾ കാണുന്നത്. ഇനി അഥവാ കഴിഞ്ഞില്ലെങ്കിൽ ഒരു തൂക്കുസഭ, അതിൽ താഴേക്ക് പോകില്ല എന്ന ഉറച്ച ആത്മവിശ്വാസത്തിലാണ് മഹാസഖ്യ നേതാക്കൾ ഉള്ളത്. മറിച്ചാകട്ടെ NDA ക്യാമ്പിലാകട്ടെ വലിയ ആത്മവിശ്വാസമാണ്. 160 സീറ്റ് വിജയിക്കുമെന്നതായിരുന്നു അമിത്ഷായുടെ പ്രവചനവും പ്രഖ്യാപനവും. എന്നാൽ 130 സീറ്റ് എന്തായാലും കിട്ടുമെന്ന് പുറത്തു വന്ന എല്ലാ എക്സിറ്റ് പോളുകളും ഫലങ്ങൾ പ്രവചിക്കുന്നുണ്ട്. ഏതായാലും മികച്ച ഭൂരിപക്ഷത്തിൽ തന്നെ വിജയിക്കുമെന്ന് BJP നേതാക്കൾ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നു. ഡബിൾ എഞ്ചിൻ സർക്കാർ എന്ന മുദ്രാവാക്യമാണ് വിജയിച്ചത്, അല്ലാതെ വോട്ട് ചോരി ആരോപണമല്ല എന്ന പ്രതികരണമാണ് NDAയിൽ നിന്ന് വരുന്നത്. ഏതായാലും മഹാസഖ്യ നേതാക്കൾ ഇപ്പോഴും ആത്മവിശ്വാസം കൈവിട്ടിട്ടില്ല. എക്സിറ്റ് പോളുകൾ വിശ്വസിക്കേണ്ടതില്ല എന്നാണ് അണികളോട് നേതാക്കൾ തേജസ്വിയും രാഹുലും ഒക്കെ പറയുന്നത്. ബീഹാർ ബിഗ് ബാറ്റിലിൽ PR സുനിൽ അവസാനിച്ച ചിരി നിതീഷ് കുമാറിന്റേതായിരിക്കുമോ എന്നുള്ളതാണ്. എക്സിറ്റ് പോൾ ഫലത്തിന് ശേഷം ഇതൊക്കെ നിഷേധിക്കുന്നുണ്ടെങ്കിലും മഹാസഖ്യത്തിന് നല്ല ടെൻഷൻ ഉണ്ടെന്ന് തോന്നുന്നു. പ്രത്യേകിച്ച് ഈ ദില്ലി സ്ഫോടനത്തിന്റെ പിറ്റേ ദിവസം നടന്നൊരു തിരഞ്ഞെടുപ്പാണ്. അതാണെങ്കിൽ 2ാം ഘട്ടത്തിൽ റെക്കോർഡ് പോളിംഗുമായിരുന്നു. ചുരുക്കത്തിൽ രാഹുൽ ഗാന്ധിയുടെ വോട്ട് ചോരിയും ഹരിയാന ഫയൽസും ഒന്നും വോട്ടായില്ല എന്നാണോ കരുതേണ്ടത് സുനിൽ? അരുൺ, നേരത്തെ രാഹുൽ ഗാന്ധി ഹരിയാനയിലെ ഫയൽസ് വിശദീകരിച്ചുകൊണ്ട് വാർത്താസമ്മേളനം നടത്തിയപ്പോൾ രാഹുൽ ഗാന്ധി പറഞ്ഞൊരു കാര്യമുണ്ട്. ഈ ഹരിയാനയിൽ എന്താണോ തെരഞ്ഞെടുപ്പ് കമ്മീഷനും BJPയും ചെയ്തത് അത് ബീഹാറിൽ നടത്തിയിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ ഒരു മാറ്റവും ബീഹാറിൽ ഉണ്ടാകാൻ പോകുന്നില്ല എന്നത്. അപ്പോൾ ഒരുപക്ഷെ ഇനി അത്തരമൊരു പ്രചരണവുമായി വേണമെങ്കിൽ ഈ എക്സിറ്റ് പോളുകളൊക്കെ തന്നെ ശരിയാവുകയാണെങ്കിൽ കോൺഗ്രസിനും പ്രതിപക്ഷത്തിനും മുന്നോട്ട് പോകാനുള്ള ഒരു സാധ്യതയുണ്ട്. ഏതായാലും അതിൽ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ മഹാസഖ്യം ഈ എക്സിറ്റ് പോൾ അംഗീകരിക്കുന്നില്ല. കാരണം നേരത്തെ ഹരിയാനയിൽ എക്സിറ്റ് പോൾ വന്നു, അതല്ല പക്ഷേ ഹരിയാനയിലെ ജനവിധിയിൽ സംഭവിച്ചത്. മഹാരാഷ്ട്രയിലെ എക്സിറ്റ് പോൾ അല്ല മഹാരാഷ്ട്രയിലെ ജനവിധിയിൽ ഉണ്ടായിരുന്നത്. ബീഹാറിൽ പലതവണ എക്സിറ്റ് പോളുകൾ തെറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തവണത്തെ എക്സിറ്റ് പോളും തെറ്റുമെന്ന് ഈ മഹാസഖ്യം ഉറച്ചു വിശ്വസിക്കുന്നുണ്ട്. പക്ഷേ അപ്പോഴും ഗ്രൗണ്ടിലെ റിയാലിറ്റി എന്നത് നമുക്ക് വളരെ വ്യക്തമാണ്. കാരണം നഗരമേഖലകളിലൊക്കെ തന്നെ NDA സഖ്യത്തിന് വലിയ മുൻതൂക്കം നൽകുന്ന പ്രതികരണങ്ങളാണ് പലയിടങ്ങളിൽ നിന്നും വന്നത്. പ്രത്യേകിച്ച് സ്ത്രീ വോട്ടർമാരുടെ വലിയൊരു പിന്തുണ NDA സഖ്യത്തിന് കിട്ടാനുള്ള സാധ്യത, പ്രത്യേകിച്ച് ഈ 10,000 രൂപ സ്ത്രീകളുടെ ബാങ്ക് അക്കൗണ്ട് വഴി നൽകിയതൊക്കെ തന്നെ വലിയ ചർച്ചയായിരുന്നു. അപ്പോൾ സ്ത്രീ വോട്ടർമാർ നിർണായകമായി എന്ന് നമുക്ക് വിലയിരുത്താം. കാരണം ഒരുപാട് സ്ത്രീ വോട്ടർമാർ വോട്ട് ചെയ്തൊരു സാഹചര്യം കൂടി ഇത്തവണ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് വോട്ടിംഗ് ശതമാനത്തിൽ വലിയ വർധനവ് എന്നൊക്കെയാണ് വിലയിരുത്തൽ വരുന്നത്. 68% വോട്ടാണ് 2ാം ഘട്ടത്തിൽ ഉണ്ടായിരിക്കുന്നത്. ആദ്യഘട്ടത്തിലും വലിയ വോട്ടിംഗ് ശതമാനം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ വോട്ടിംഗ് ശതമാനത്തിലെ വർധനവ് നിതീഷ് കുമാറിന് അനുകൂലമായിട്ടുള്ള ഒരു സ്ത്രീ വോട്ടർമാരുടെ ഒരു പിന്തുണയായി പൊതുവെ വിലയിരുത്തപ്പെടുന്നുണ്ട്. അതായാലും 2 ദിവസം കൂടി കാത്തിരിക്കണം ബീഹാറിലെ യഥാർത്ഥ ജനവിധി അറിയാൻ. ഫയലൊന്നും വലിയൊരു ചർച്ചയാകില്ല നേരത്തെ തന്നെ നമ്മൾ വിലയിരുത്തുന്നു. കാരണം ഈ ഒരു വോട്ട് ചോരി വിഷയത്തിന് അന്നൊക്കെ വലിയ ജനക്കൂട്ടം ഈ ഒരു വോട്ടർ അധികാര യാത്രയ്ക്കൊക്കെ തന്നെ കണ്ടുവെങ്കിൽ പോലും അതൊന്നും ഒരു വോട്ടായി മാറാനുള്ള ഒരു ചർച്ച ബീഹാറിലെ തെരഞ്ഞെടുപ്പ് രംഗത്ത് എവിടെയും കണ്ടിട്ടില്ല. മിക്കവാറും എക്സിറ്റ് പോളുകളെല്ലാം തന്നെ എതിരായിരുന്നു നിലവിൽ മഹാസഖ്യത്തിന് എന്നുള്ളതാണ്. അതിൽ ഒരു എക്സിറ്റ് പോൾ ഫലം ആശ്വാസത്തിന് ഒരു എക്സിറ്റ് പോൾ ഫലം വരുന്നുണ്ട്. DB ലൈവ് ന്യൂസ് 24 അത് കഴിഞ്ഞ തവണ ലോക്സഭയിലും
മഹാസഖ്യത്തിന് അല്ലെങ്കിൽ ഇന്ത്യ മുന്നണിക്ക് അനുകൂലമായിട്ട് പ്രവചിച്ചതാണ്. മഹാഗഡ്ബന്ധന് 130 മുതൽ 144 വരെ സീറ്റുകൾ കിട്ടാമെന്ന് ഒരേ ഒരു എക്സിറ്റ് പോൾ ഫലം മാത്രമേ ബീഹാറിൽ പറയുന്നുള്ളൂ. അത് ന്യൂസ് 24 എന്ന് പറയുന്ന ഏജൻസിയുടേതാണ്. ലോക്സഭയിലും ഇങ്ങനെ തന്നെയാണ് അവർ പറഞ്ഞത്. വിശ്വസിക്കാൻ പറ്റില്ല. മാത്രമല്ല ബീഹാറിലെ എക്സിറ്റ് പോൾ ഫലങ്ങൾ ഒട്ടും വിശ്വസിക്കാൻ പറ്റില്ല. 2020 11 എക്സിറ്റ് പോൾ ഫലങ്ങളും പ്രവചിച്ചത് എന്താണെന്നറിയാമോ? 125 സീറ്റുമായി രാഹുൽ ഗാന്ധിയുടെ കോൺഗ്രസും തേജസ്വി യാദവും അധികാരത്തിൽ വരുമെന്നാണ്. പക്ഷേ അന്ന് മഹാഗഡ്ബന്ധൻ 110 സീറ്റേ കിട്ടിയുള്ളൂ. 125 സീറ്റ് കിട്ടി. പക്ഷേ അത് എക്സിറ്റ് പോളുകൾ പ്രവചിച്ച കോൺഗ്രസിനും RJDക്കും ആയിരുന്നില്ല, പകരം നിതീഷ് കുമാറിനും BJPക്കുമായിരുന്നു. 125 സീറ്റ് തന്നെ എക്സാക്ട്ലി കിട്ടി. നേരെ റിസൾട്ട് ഇന്ന് തിരിഞ്ഞു. 2015 6 എക്സിറ്റ് പോളുകളുടെ പ്രവചനം തെറ്റായിരുന്നു. അപ്പോൾ എക്സിറ്റ് പോളുകൾ തെറ്റാനുള്ള സാധ്യത കൂടുതലുണ്ട്. ഇനി എക്സിറ്റ് പോൾ തെറ്റും എന്ന് വിശ്വസിച്ചിരിക്കുകയല്ലാതെ തൽക്കാലം കോൺഗ്രസ് ക്യാമ്പിനും RJDക്കും ഒന്നും ചെയ്യാനില്ല. കാത്തിരുന്ന് കാണാം. റെക്കോർഡ് പോളിംഗ് ആണ് എന്തായാലും ബീഹാറിൽ ആളുകൾ രേഖപ്പെടുത്തിയത്. ഗ്രാമങ്ങളിലേക്ക് ആളുകൾ ഗ്രാമങ്ങളിൽ നിന്ന് വന്ന് വിധി എഴുതി പോകുന്നത് കാണുമ്പോൾ അതൊരു മാറ്റത്തിന്റെ കാറ്റാണോ അതല്ല തുടർച്ചയുടെ കാറ്റാണോ എന്നത് മാത്രമേ അറിയേണ്ടതുള്ളൂ. 14-ാം തീയതി അറിയാം. കാത്തിരിക്കൂ.